ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ വരുമ്പോ അംബിക നോക്കിക്കോണ്ടേ, ചിമിങ്ങാൻ അനുവദിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഏറ്റു. ചെയ്താ നിനക്ക് കൊള്ളാം. ഞാൻ ഈ ചെയ്യുന്നത് കാശിന് മാത്രം. സാറിനെന്തോ മോളെ മിസ് ചെയ്യുന്നു. അത് സന്തോഷമുള്ള കാര്യല്ലേ? എന്നാ സന്തോഷത്തോടെ രണ്ടുപേരും പോയിട്ടോ. അയ്യോ നിക്ക്, ആ കൊച്ചതിന്റെ അച്ഛനെ കാണാൻ പോണേന് നിങ്ങൾക്ക് എന്താ? അച്ഛനെ കാണാനോ? വർമ്മ സാറിന് മോളെ രാത്രി തന്നെ കാണണമെന്ന്. അതിനാ രാജു മോളെയും കൂട്ടി പോകുന്നേ. അയ്യോ അങ്ങനെ പോവാൻ പാടില്ല. എന്റെ ഹനുമാൻ വ്രതം മുടങ്ങും. നിങ്ങൾ അവിടെ ചെന്നാ മത്സ്യ മാംസാദികൾ ഭക്ഷിക്കും, ഒരേ മുറിയിൽ കിടക്കും. ഓ, അതൊക്കെ എന്റെ ഹനുമാൻ വ്രതത്തിന് തടസ്സമാണ്. രാജു ഋതുമോളും അവരുടെ വീട്ടിൽ പോകുന്നതിന് നിങ്ങക്ക് എന്താ? അവരുടെ ഒരു മാരുതവ്രതം. എടീ, ഹനുമാൻ സ്വാമി ആക്ഷേപിച്ച് സംസാരിക്കരുത്. മൂപ്പര് ഗതക്കടിച്ച് നിന്നെ വീഴ്ത്തും, മരുത്തുവാമലെടുത്ത് നിന്റെ പുറത്തിടും. ഹനുമാൻ സ്വാമികളെ രക്ഷിക്കണേ. മനോജപം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വാരിഷ്ടം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഈ തളക്ക് ഇതൊക്കെ അറിയോ? മറ്റു ദൈവങ്ങളെ പോലെ അല്ല ഹനുമാൻ സ്വാമികള്. ബ്രഹ്മചര്യവ്രതം തെറ്റിച്ചാൽ വാലിനടിച്ച് തീർത്തു കളയും. ഓ, ഹനുമാൻ സ്വാമികളുടെ വാലറിയാലോ, പിരിയൻ കമ്പികളെ പോലെയാ. ഒറ്റ അടിക്ക് കഥ തീരും. അവര് പോയിട്ട് വരട്ടെ അമ്മ, ബ്രഹ്മചര്യമൊക്കെ അവര് നോയിക്കോളും. അയ്യോ എനിക്ക് വിരോധമൊന്നുമില്ല, പോയിട്ട് വാ. ബ്രഹ്മചര്യം തെറ്റിച്ച ഈ വീട്ടിലുള്ളവർ ഒന്നടങ്കം തീരും, പറഞ്ഞേക്കാം. ഓക്കെ എന്റെ അമ്മേ, എന്നാ ഞങ്ങള് പോയിട്ട് വരാം. പാലുകൊണ്ട് അടിക്കല്ലേ. മക്കള് ചെല്ല്, പോയിട്ട് വരാം. ശരി അച്ഛാ. വല്യമ്മേ, തന്തയെ കാണണോന്നും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏത് രണ്ടെണ്ണം? മാതാ കൃതികാദേവിയും രാജു സന്യാസിയും. വ്രതം അനുഷ്ഠിക്കണോന്നും പറഞ്ഞാ ഞാൻ അയച്ചിരിക്കുന്നത്. പ്രതാപൻ കാണണമെന്ന് പറഞ്ഞിട്ടാണോ അവര് വരുന്നേ? എന്നാ ഞാൻ കേട്ടത്. ദേ അമ്പികെ, ഇവിടെ ഞാൻ വരച്ച വരയിലാ രണ്ടെണ്ണത്തിനെ നിർത്തിയിരിക്കുന്നത്. അതും പാവപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ പേരില്. അവിടെ വരുമ്പോ അംബിക നോക്കിക്കോണ്ടേ, ചിമിങ്ങാൻ അനുവദിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഏറ്റു. ചെയ്താ നിനക്ക് കൊള്ളാം. ഞാൻ ഈ ചെയ്യുന്നത് കാശിന് മാത്രം. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛനും മകളും തമ്മില് അങ്ങനെ അങ്ങ് ഒരുമിക്കുന്നത് ശരിയല്ല. എന്റെ എല്ലാ ലക്ഷ്യങ്ങളും തകരും. അവളുടെ വേല അവളുടെ മനസ്സിലിരിക്കട്ടെ. പ്രതാപ, ചേച്ചിയോ?
മോനെ, നിനക്ക് ക്ഷീണമുണ്ടോടാ? എന്ത് ക്ഷീണം? എനിക്കൊന്നുമില്ലേ ചേച്ചി. നിന്നെ കണ്ടിട്ട് നീ ഓരോ ദിവസം ചെല്ലും തോറും വല്ലാതെ ക്ഷീണിക്കാണെന്ന് തോന്നുന്നു. അതൊക്കെ ചേച്ചിയുടെ തോന്നല. എനിക്കങ്ങനെ ക്ഷീണമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ കണ്ടിട്ട് ചേച്ചിക്ക് സഹിക്കുന്നില്ല മോനെ. നിന്റെ ഉള്ളില് വല്ലാത്ത സങ്കടമുണ്ട്. അല്ലെങ്കിലും എങ്ങനെ മനസ്സമാധാനം കിട്ടും? ചങ്ക് തകർത്തിട്ടല്ലേ ആ വൃത്തികെട്ടവള് പോയത്. ദ്രോഹി പത്മ, അവൾ ഇടിവെട്ടി ചാവത്തേ ഉള്ളൂ. ചേച്ചി, അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം 10 ആയില്ലേ? ഞാനൊന്നും ഇപ്പൊ ഓർക്കാറേ ഇല്ല. ഓർക്കണ്ടല്ലോ. ഇതൊക്കെ ഓർത്തിട്ടാണോ മനസ്സിലിങ്ങനെ തെക്കട്ടി തെക്കട്ടി വരുന്നേ? ഇതുപോലെ ഹൃദയം നുറുങ്ങുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മള് വല്ലാണ്ട് വിഷമിക്കുകയും ചെയ്യും. ഞാൻ അതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ടു ചേച്ചി. ഇപ്പൊ അതൊക്കെ ഓർത്ത് അങ്ങനെയൊന്നും വേദനിക്കാറില്ല. നീ അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിന്നെയും പത്മയെയും തമ്മിലകറ്റാൻ ഞാൻ വച്ചൊരു കെണിയാണത്. നീ എന്നും അതിനെപ്പറ്റി ഓർത്ത് നീറണം. മുറിയിൽ ചെന്നിട്ടേ എനിക്ക് കിടക്കാനും ഇരിക്കാനും തോന്നുന്നില്ല. സങ്കടപ്പെടുന്ന നിന്റെ മുഖമാ മനസ്സിൽ വരുന്ന. നിനക്കെന്ത് പ്രശ്നം വന്നാലും നീ അത് ഈ ചേച്ചിയോട് പറയണം. നിനക്ക് ഈ ചേച്ചിയുണ്ട്. ചേച്ചി എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയാ ഈ ചേച്ചി ജീവിച്ചത്. നിന്റെ പ്രശ്നം എന്റെയും പ്രശ്നം തന്നെയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ച വിഷമിക്കാൻ ഞാനേ ഉള്ളൂ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് മനസ്സിലൊന്നും കൊണ്ടു നടന്ന് നീ വേദനിക്കരുത്. എല്ലാം ചേച്ചിയോട് ഷെയർ ചെയ്യണം. ശരി ചേച്ചി. മോളെ, രാജു, ചെറിച്ച എന്റെ മോളോട് ഏട്ടനിപ്പം വലിയ സ്നേഹവും വാത്സല്യവും. ആ, ഋതുവിനെ വർമ്മ സാറിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണോ ശേഖര സാർ വിളിച്ചത്? ഏട്ടൻ പറയാതെ പറഞ്ഞു. ഋതുമോളെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്ന് പറയാൻ ഏട്ടന്റെ ഈഗോ സമ്മതിക്കില്ല. അവക്കും രാജുവിനും കൂടി ഇവിടെ നിന്നോടെയും ചോദിച്ചു. ആണോ?